In this video, we are going to discuss why usually always we say that the free surface of a liquid always tends to have minimum possible area. ഒരു ലിക്വിഡിൻ്റെ ഫ്രീ സർഫസിന് എപ്പോഴും ഒരു മിനിമം പോസിബിൾ ഏരിയ വേണമെന്നാണ് പറയുന്നത്. വൈ ഈസ് ഇറ്റ് സോ? ദാറ്റ് ഈസ് അവർ റീസൺ. ഓക്കെ, നൗ ലെറ്റ്സ് എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. സി ഹിയർ we are having a container or a trough or a tank and we are filled with a fluid. Okay, see here we can see three molecules A, B and C. നമുക്ക് മൂന്ന് തരം മോളിക്യൂളാണ് നമ്മൾ കാണുന്നത് അല്ലേ. വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് എ ഹിയർ? സി, എ ഈസ് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദിസ് ലിക്വിഡ് അല്ലേ. എ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദ ലിക്വിഡാണ് തന്നല്ലോ. നൗ വാട്ട് ഹാപ്പൻ ടു ബി? ബിക്ക് വളരെ കുറച്ച് ഭാഗമേ ലിക്വിഡിൻ്റെ സർഫസിൻ്റെ മുകളിലുള്ളൂ. ആൻഡ് ദിസ് ഈസ് ദ സർഫസ്, ലൈക്ക് ദിസ് ഈസ് ദ ലിക്വിഡ് മീഡിയം ആൻഡ് ദിസ് ഈസ് ദ സോളിഡ് മീഡിയം ആൻഡ് ദിസ് ഈസ് ദ ലിക്വിഡ് ആൻഡ് സി ഓൺലി ഒരു 75 മോസ്റ്റ് ഓഫ് or 80% is inside the liquid. And see, in the case of C, more than or more correctly exactly half is outside and half of the liquid is outside, drop is outside and half of the drop is inside. Okay, so what is this, or why we have considered these three types of molecules? Now let us explain each of these three molecules. We know that the force acting among the molecules അല്ലേ, ഈ ലിക്വിഡ് മോളിക്യൂൾസിൻ്റെ എമംഗ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ് നമ്മൾ പറയുന്നത്? കൊഹസീവ് ഫോഴ്സ്. വി ഹാവ് എ കൊഹസീവ് ഫോഴ്സ് ആൻഡ് അഡിസീവ് ഫോഴ്സ്. സി, ടുവേർഡ്സ് ഇസ് ഈ ലിക്വിഡ് ഈ സോളിഡിൻ്റെ അടുത്തോ സോളിഡിൻ്റെ കൂടെ നിൽക്കുന്ന ആക്ട് ചെയ്യണതാണെങ്കിൽ അഡിസീവാണ്. എമംഗ് എന്ന് പറയുന്നത് കൊഹസീവാണ്. ആൻഡ് വൈ വി ഹാവ് ടേക്കൺ ദ സ്പെറിക്കൽ ഷേപ്പ്? ബിക്കോസ് ദ സ്പെറിക്കൽ ഷേപ്പ് അസ്യൂംസ് ലീസ്റ്റ് പോസിബിൾ ഏരിയ അല്ലേ. അതുപോലെ തന്നെ ഒരു ലിക്വിഡ് മോളിക്യൂൾ ആണെങ്കിൽ നമുക്കറിയാം, വെൻ യു ആർ ഡ്രോപ്പിംഗ് എ ലിക്വിഡ് മോളിക്യൂൾ ഓൺ എ സർഫസ്, വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ ട്രൈ ടു കോൺട്രാക്ട് അല്ലേ. കാര്യം the cohesive force among the molecules, liquid molecules, are very much strongly bounded. ആ ഫോഴ്സ് എന്ന് പറയുന്ന അട്രാക്ഷനാണ് അല്ലെ, ആ എനർജിയാണ്. അതെന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ട് ബൗണ്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് ഒരുമിച്ച് ചുരുങ്ങി കൂടാൻ വേണ്ടി നോക്കും അല്ലേ. ഇനി ലെറ്റ് us start with A, the molecule A. ഓക്കെ, മോളിക്യൂൾ എയിലെന്ന് പറയുന്നത്, സി ദ സ്പിയർ ഓഫ് ഇൻഫ്ലുവൻസ്. വാട്ട് യു മീൻ ബൈ സ്പിയർ ഓഫ് ഇൻഫ്ലുവൻസ്? അതിൻ്റെ ചുറ്റിനും അതിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോഴ്സ്, അതല്ലേ സ്പിയർ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സി ദ സ്പിയർ ഓഫ് ഇൻഫ്ലുവൻസ് ഈസ് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദിസ് ലിക്വിഡ് അല്ലേ. ഈ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇൻസൈഡാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ഈക്വലി അട്രാക്റ്റഡ് ഇൻ ഓൾ ഡയറക്ഷൻസ്. ഇങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണ്. സേ വാട്ട് എവർ ഡയറക്ഷൻസ് ബി, ഇറ്റ് വിൽ ബി ഈക്വലി അട്രാക്റ്റഡ് ഇൻ ഓൾ ദ ഡയറക്ഷൻസ് ആൻഡ് ഇറ്റ് ഈസ് വിത്തിൻ ദ സ്പിയർ ഓഫ് മോളിക്യൂൾ. അത് ഈ മോളിക്യൂളിൻ്റെ അകത്ത് തന്നെയാണ്. ഹെൻസ് വി ക്യാൻ സേ ദ റിസൾട്ടൻറ്റ് കൊഹസീവ് ഫോഴ്സ്, ഇതിനകത്തുള്ള കൊഹസീവ് ഫോഴ്സ് ഇതിന് വളരെ കൂടുതലാണ്. ഇറ്റ് ഈസ് ട്രൈയിങ് ടു കോൺട്രാക്ട് ടുഗെദർ. ഓക്കെ, അപ്പോൾ അതാണ് എയിലെ കാര്യം നമ്മൾ പറയാം. ബിക്കോസ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആൻഡ് സ്പിയർ ഓഫ് ഇൻഫ്ലുവൻസ് ഈസ് കംപ്ലീറ്റ്ലി ഇൻസൈഡ് അല്ലേ, ഇൻസൈഡ് ദ ലിക്വിഡ്. ഓക്കെ, നൗ കൺസിഡറിങ് ദ മോളിക്യൂൾ ബി. ഈ മോളിക്യൂൾ ബിയിൽ എന്താണ് നമ്മൾ പറയുന്നത്? സി, വി ക്യാൻ സീ ദാറ്റ് പാർട്ട്ലി സം പാർട്ട് ഈസ് ഔട്ട്സൈഡ് ദ ലിക്വിഡ് അല്ലേ. പക്ഷേ ദ നമ്പർ ഓഫ് ഹാഫ്, ദാറ്റ് ഈസ് അപ്പർ പാർട്ട്, ഇത് കൂടുതലും താഴോട്ട് ആക്ട് ചെയ്യണ ഫോഴ്സസ് തന്നെയാണ് കൂടുതൽ അല്ലേ. മോളിക്യൂൾസ് എന്ന് പറയുന്നത്, സി ഹിയർ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദ അപ്പർ ഹാഫ് അട്രാക്ട്. ഇവിടെയുള്ള മോളിക്യൂൾസ് എന്ന് പറയുന്നത് കമ്പയർഡ് വിത്ത് സി ഇറ്റ് ഈസ് വെരി ലെസ്. എവിടെ? ഔട്ട്സൈഡ് ദ സർഫസ് the molecules are very less. More amount of molecule is inside the liquid itself അല്ലേ. വെള്ളത്തിൻ്റെ അകത്ത് തന്നെയാണ് കൂടുതൽ ഭാഗം. അതുകൊണ്ട് എന്താണ്, കൂടുതൽ അട്രാക്ഷൻ എങ്ങനെ തന്നെ വരും? ഇറ്റ് വിൽ ബി ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. Since more number of particles are inside or more number of molecules are inside the liquid, the downward force will be more അല്ലേ, താഴോട്ട് തന്നെ ആയിരിക്കും. But in the case of C, what happens? See, the molecule is exactly
half outside and half inside. So this molecule will be attracted in the downward direction with maximum force and perpendicular to the surface. അല്ലേ, ഈ സർഫസിൽ പകുതി മുകളിലും പകുതി താഴോട്ടുമാണ്. അപ്പോൾ വാട്ട് ഇറ്റ് ഈസ് ദെയർ ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ ദാറ്റ് വിൽ ബി അട്രാക്റ്റഡ് ടുവേർഡ്സ് ഇറ്റ്സ് മാക്സിമം അതിനെ താഴോട്ട് വലിക്കാൻ ശ്രമിക്കും. അല്ലേ? So for explaining that we have drawn a line RS. Did you see? Can you see it? We have drawn a line RS that is parallel to the surface PQ. Okay. അപ്പം നമ്മൾ we have drawn a line parallel to free surface at a distance equal to molecular range. Distance equal to molecular range. That is, then the layer of the liquid, this is എന്നാൽ ഈ ലിക്വിഡ് PQൻ്റെയും RSൻ്റെയും ഇടയ്ക്കുള്ള ലേയേഴ്സ് ഓഫ് ലിക്വിഡിനെയാണ് നമ്മൾ എന്ത് പറയും? വി കോൾ ഇറ്റ് ആസ് സർഫസ് ഫിലിം. ഓക്കെ. നൗ ലെറ്റ് us see about B and C. അല്ലേ, നമുക്ക് എ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആണ്. അപ്പോൾ ബി ആൻഡ് സിയിൽ എന്താണ്? See, the surface film is pulling it downwards due to its cohesive force. അല്ലെ, cohesive force കാരണം ഈ സർഫസ് ഫിലിമിന് എന്താണ്? താഴോട്ട് വലിക്കുകയാണ്. So magnitude of which increases the free from surface RS to free surface PQ. Okay. So once again, see, we can say that for molecules B and C, all and other molecules, see, the molecules in the surface film are pulled downwards due to the resultant cohesive force, and magnitude of which increases, that is from the surface RS towards PQ. Okay. Now what happens if the molecule from the interior of the liquid is brought up? ഈ അകത്തുനിന്ന് ഇപ്പോൾ എ തന്നെയാണ് നമ്മൾ മുകളിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. If we are going to take a molecule from interior of the surface towards outside, പുറത്തോട്ട് കൊണ്ടുവരാൻ പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? We have to do some amount of work. അല്ലേ, നമ്മൾ പറഞ്ഞു there is a downward cohesive force. നമുക്ക് ഇങ്ങോട്ട് താഴോട്ട് ആക്ട് ചെയ്യണ ഒരു cohesive force ഉണ്ട്. അല്ലേ, we are having a താഴോട്ട് ആക്ട് ചെയ്യണ cohesive force ഉണ്ട്. Since this is greater, the downward pull is more എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അല്ലേ, now we are saying that we want to bring, ഇവിടുന്ന് ഒരു മോളിക്യൂൾ ഇവിടെ ഉണ്ട്. ഈ മോളിക്യൂളിനെ I want to pull it above the surface or bring it above the surface. അപ്പോൾ എന്ത് പറ്റണം? ഇതിന് ഈ മോളിക്യൂളിനെ താഴോട്ട് cohesive force പുള്ള് ചെയ്യണം. അപ്പോൾ അതിന് എഗൻസ്റ്റ് ആയിട്ട് we have to do some work. Then only we can take it outside or we can pull it, bring it towards the surface film. ഈ സർഫസ് ഫിലിമിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരണമെങ്കിൽ we have to do some work, and this work should be done against the downward cohesive force, and its potential energy will increase. See what happens, therefore the potential energy of the molecules in this surface film, ഈ സർഫസ് ഫിലിമിലുള്ള മോളിക്യൂൾസിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് it is greater than potential energy of the molecules lying below it. So the system is in equilibrium and it has a tendency to acquire lowest, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, lowest possible potential energy. Okay. So a system is in equilibrium will have the tendency to acquire lowest possible potential energy. So decrease in potential energy of molecules in surface film, the film will have to try to here, ഇവിടെയാണ്, ഇതാണ് നമ്മുടെ സർഫസ് ഫിലിം എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ നമ്മൾ പറഞ്ഞു ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ദ മോളിക്യൂൾസ്, ദ ഫിലിം ട്രൈസ് ടു ഹാവ് മിനിമം നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ഇറ്റ്. കാര്യം സർഫസ് എനർജി കുറയേയില്ലേ, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കുറയേയില്ലേ, അപ്പം മോളിക്യൂൾസിൽ എന്താണ് മിനിമം നമ്പർ ഓഫ് മോളിക്യൂൾസിനെ ഇതോടെ വിത്ത്ഹോൾഡ് ചെയ്യുള്ളൂ. അപ്പോൾ എപ്പോഴേ ഇത് പറ്റത്തുള്ളൂ? ഇഫ് വി ഒൺലി വെൻ വി ഡിക്രീസ് ദ സർഫസ് ഏരിയ ഓഫ് ദ ഫിലിം. കാര്യം തിക്നെസ് എന്ന് പറയുന്നത് ഓൾറെഡി ഫിക്സ്ഡ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു മോളിക്കുലർ റേഞ്ച്. അപ്പോൾ ഇതുകൊണ്ടാണ് എല്ലാ ഫ്രീ സർഫസിനും മിനിമം പോസിബിൾ എനർജി ഓർ ഇറ്റ് വിൽ ടെൻ ടു ഹാവ് മിനിമം പോസിബിൾ എനർജി എന്ന് പറയുന്നത്. ഓക്കെ. So what we have said, we want to take a molecule inside the liquid towards the surface film. Surface film നോട്ടോട്ട് കൊണ്ടുപോകണമെങ്കിൽ we have to do some work against this downward cohesive force. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ഈ സർഫസ് ഫിലിമിലുള്ള മോളിക്യൂൾസിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മിനിമം ആവണം. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറവാവണം. അങ്ങനെയെങ്കിൽ എന്താവണം? സർഫസ് ഏരിയ കുറയണം. So and that is why
say that free surface of the liquid always tends to have minimum possible area. Okay, അതാണ് നമ്മൾ അത് പറയുന്നത്. Now let us say about what can you say about shapes or shape of drops. എന്താണ് ഷേപ്പ് ഓഫ് ഡ്രോപ്പ്? സി വി ക്യാൻ നോ. സി ഫോർ എക്സാമ്പിൾ വെൻ യു ആർ ഗോയിങ് ടു ഡ്രോപ്പ് സം എമൗണ്ട് ഓഫ് വാട്ടർ, അതെന്ത് പറ്റും? ഇറ്റ് വിൽ ട്രൈ ടു സ്പ്രെഡ്. But when you are going to put a drop of mercury, what will happen? It will not spread. It will be as such. It is not spreading. Why? And what is the reason for all these things? So now let us see. See, നമുക്ക് molecules ഡ്രോപ്സിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് മെയിൻലി there are two types of forces acting on it. One is force of gravity and another is, as usual, the force of surface tension. Force of surface tension. അല്ലേ? അപ്പം നമുക്ക് എത്ര തരമാണ് ഫോഴ്സ് ഷേപ്പ് എന്ന് പറയുന്നത്? സി ദ ഷേപ്പ് ഓഫ് ദ ലിക്വിഡ് ഡ്രോപ്സ്, it is governed by the action of two types of forces. What are they? One is force of gravity, another ആണ് നമ്മൾ പറയുന്ന force of surface tension. ഇനി നമ്മൾ പറയണം ഒരു ഡ്രോപ്പ്, if a drop is to be in equilibrium, ഒരു ഡ്രോപ്പ്, ഇഫ് എ ഡ്രോപ്പ് ഈസ് ടു ബി ഇൻ ഇക്വിലിബ്രിയം, എന്തായിരിക്കണം? അതിൻ്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഷുഡ് ബി മിനിമം. ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഷുഡ് ബി മിനിമം. അപ്പോൾ ഒരു ഇക്വിലിബ്രിയത്തിലൊരു ഡ്രോപ്പ് ആവണമെങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മിനിമം ആയിരിക്കണം. വാട്ട് ഈസ് ദിസ് ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി? That is potential energy due to surface tension and potential energy due to gravitation. ഏതൊക്കെയാണ്? Potential energy due to surface tension plus potential energy due to gravitation. This is our total potential energy. ഈ total potential energy എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? This should be minimum. This should be minimum so that the drop is at equilibrium. Okay. ഇനി നമ്മൾ പറയാം, see, in case sometimes it happens, force due to surface tension alone is acting on a drop. We are having a drop. ഇവിടെ surface tension forces മാത്രമേ ഉള്ളൂ. Only surface tension forces are acting alone it. That is, its potential energy minimum. എപ്പോഴാണ് മിനിമം ആവുന്നത്? when the surface area is least possible. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമുക്കിപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആവണം അല്ലേ? അപ്പോൾ അതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ലീസ്റ്റ് പോസിബിൾ. അങ്ങനെ വരികയാണെങ്കിൽ വി നോ ഫോർ എ ഗിവൺ വോളിയം വിച്ച് ഫിഗർ ഹാസ് എ ലീസ്റ്റ് സർഫസ് ഏരിയ? The sphere is having least surface area. So the liquid drop will take a spherical shape. And also we know that the cohesive force binding the liquid drop is very strong. അപ്പോൾ ഈ രണ്ട് കാര്യവും കാരണം എന്താണ്? നമ്മൾ പറയുകയാണ്, assume that we are having only surface tension forces acting on this liquid drop. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആവണമെങ്കിൽ, ആസ് വി ടോൾഡ് now, നമ്മൾ പറഞ്ഞു ഒരു മിനിമം ആവണമെങ്കിൽ അവിടെ എന്തായിരിക്കണം? അവിടുത്തെ സർഫസ് ഏരിയ വളരെ കുറവായിരിക്കണം. ദർ ഷുഡ് ബി മിനിമം നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ? സോ ദ സർഫസ് ഏരിയ ഷുഡ് ബി മിനിമം. അങ്ങനെ വരികയാണെങ്കിൽ വി നോ ദാറ്റ് ഇൻ അവർ ജോമെട്രിക്കൽ ഫിഗർ സ്പിയർ ഹാസ് ദ ഫോർ എ ഗിവൺ വോളിയം സ്പിയർ ഹാസ് എ ഗിവൺ ലീസ്റ്റ് സർഫസ് ഏരിയ. അപ്പം ഏതാണ്? അപ്പം ലിക്വിഡ് ഡ്രോപ്പിൽ അസ്യൂം സ്പെറിക്കൽ ഷേപ്പ്. അതൊന്ന്. നൗ അസ്യൂം ദാറ്റ് only the force of gravitation is acting only on the drop. അതായത് ആരേ ഉള്ളൂ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ, അവിടെ സർഫസ് ടെൻഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റണം? ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? mgh ആണ്. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഡിപ്പെൻഡ്സ് ഓൺ mass of the drop. മാസ് എന്ന് പറയുമ്പം അത് ആരെ ഡിപ്പെൻഡ് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ വോളിയം ഓഫ് ദ ഡ്രോപ്പ്
And volume depend that is 4 by 3 pi r cube. That means that this will be naturally proportional to cube of the dimensions. It will be proportional to linear dimensions in the cube. This is our gravitational potential energy. So now we are assuming that we are having a drop in which only the force of gravitational or only force of gravity alone is acting. That means that gravitational potential energy should be minimum when the center of gravity is lowest at the position. Okay, that is the drop must not spread out or flatten in order to bring the center of gravity at the lowest position. Okay, so gravitational potential energy that means that the energy is depending on, or the gravitational potential energy is mgh. That means that it is depending upon mass. It will depend upon volume 4 by 3 pi r cube, that is proportional to cube root of our linear dimension whatever we are using. Now let us see, if both the forces are acting, what happens? If both the forces are acting simultaneously, then we can have in such a way that potential energy due to surface tension and gravitation both should be minimum. Potential energy due to surface tension and gravitation should be minimum. രണ്ടും എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം അല്ലേ? അപ്പോൾ രണ്ടും മിനിമം ആയിരിക്കണം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? നമ്മൾ പറഞ്ഞു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഡിപ്പെൻഡ്സ് ഓൺ മാസ്, വോളിയം ആൻഡ് ഇൻ ടേൺ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ക്യൂബ് ഓഫ് ലീനിയർ ഡയമെൻഷൻ. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ അത് നമ്മുടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ഡിപ്പെൻഡ് അപ്പോൺ സർഫസ് ഏരിയ അല്ലേ? സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി സ്ക്വയർ ഓഫ് ലീനിയർ ഡയമെൻഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? ദിസ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ഏരിയ. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ ആണ്, സ്ക്വയർ ഓഫ് ലീനിയർ ഡയമെൻഷൻ. സോ ഇൻ ദ കേസ് ഓഫ് ലാർജ് ഡ്രോപ്പ്, ഒരു വലിയൊരു ഡ്രോപ്പ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സർഫസ് ടെൻഷൻ ഇസ് നെഗ്ലിജബിൾ. വലിയൊരു ഡ്രോപ്പിന് ആരാണ് നെഗ്ലിജബിൾ? പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സർഫസ് ടെൻഷൻ വളരെ കുറവാണ് കമ്പയർഡ് വിത്ത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. So the drop becomes flat, and that is lowering the center of gravity and reducing its potential energy. അതാണ് the large drop of mercury is flat എന്ന് പറയുന്നത്. Large drop of mercury is flat. Okay, അപ്പോൾ നമ്മളിപ്പം എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? We told that we are having, or the shape of the drops are governed by mainly two types of forces, that is force of gravity and also force of സർഫസ് ടെൻഷൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആൻഡ് ഓൾസോ ദ ഫോഴ്സ് ഓഫ് സർഫസ് ടെൻഷൻ. സോ നൗ ഇഫ് ദ ഡ്രോപ്പ് ഈസ് ടു ബി ഇൻ ഇക്വിലിബ്രിയം, ദ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഷുഡ് ബി മിനിമം. അപ്പോൾ ടോട്ടൽ ഈ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയുടെയും അതേപോലെ തന്നെ ഫോഴ്സ് ഓഫ് സർഫസ് ടെൻഷൻ്റെയും രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കണം? സം എന്ന് പറയുന്നത് മിനിമം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ മാസ് ഓർ ഡിപ്പെൻഡ്സ് അപ്പോൺ വോളിയം ആൻഡ് ഹെൻസ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ക്യൂബ് ഓഫ് ലീനിയർ ഡയമെൻഷൻസ് അല്ലേ? 4 by 3 pi r ക്യൂബ് എന്നൊക്കെ പറയുന്നത് പോലെ ക്യൂബാണ്. അതേസമയം നമ്മൾ സർഫസ് ടെൻഷൻ്റെതാണെങ്കിൽ നമ്മൾ പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി മിനിമം ആണെങ്കിൽ അതിൻ്റെ ലീസ്റ്റ് പോസിബിൾ ഏരിയ ആയാൽ മതി. ഇറ്റ് ഷുഡ് ബി ലീസ്റ്റ് പോസിബിൾ ഏരിയ. അങ്ങനെ ലീസ്റ്റ് പോസിബിൾ ഏരിയ വരുമ്പോൾ എന്ത് പറ്റും? the dimension will be square. The dimension will be square ആയിരിക്കും അല്ലേ? So we have told that ഇപ്പോൾ ലാർജ് ഡ്രോപ്പ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സർഫസ് ടെൻഷൻ ഈസ് നെഗ്ലിജബിൾ, therefore the drop flattens അല്ലേ? And now how does it flatten? By lowering its center of gravity, and reducing the potential energy. Example, this is why large drop of mercury drop flattens. Okay, now we can say about the small drop. അപ്പോൾ സ്മോൾ ഡ്രോപ്പ് ആണെങ്കിൽ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് വളരെ പ്രിഡോമിനൻ്റ് ആണ്. മറ്റേ ലാർജ് ഡ്രോപ്പിൽ വളരെ നെഗ്ലിജബിൾ ആയിരുന്നു. സ്മോൾ ഡ്രോപ്പിൽ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സർഫസ് ടെൻഷൻ ഇസ് പ്രിഡോമിനൻ്റ് ആൻഡ് ഇറ്റ് അസ്യൂംസ് എ spherical shape. It assumes a spherical shape. For example, in case of small drops of rain or oil etc. are spherical. Okay.
and this is what is happening, this is what happening with the shape of the drops, or the how the shapes or the drop shape are influenced by the different types of forces. See, for example, if you are dropping a oil, ഒരു മിക്സ്ചർ ഓഫ് ആൽക്കഹോൾ ആൻഡ് വാട്ടറിൽ നമ്മൾ അതേ ഡെൻസിറ്റിയിലുള്ള, അതായത് ആ മിക്സ്ചർ ഓഫ് ഓയിലും ആൽക്കഹോളും ഉള്ള അതേ ഒരു ഓയിലിൽ, ആൽക്കഹോളും വാട്ടറും ഉള്ള അതേ ഒരു മിക്സ്ചറിൽ ദ സെയിം ഡെൻസിറ്റി ഉള്ളൊരു ഓയിൽ ഇഫ് യു ആർ ഡ്രോപ്പിംഗ്, വാട്ട് വിൽ ഹാപ്പൻ? സി ദിസ് വെയ്റ്റ് ഓഫ് ദ ഡ്രോപ്പ് വിൽ ബി ബാലൻസ്ഡ് ബൈ ദ upthrust. We are having a mixture here. Okay, we are having a mixture of water and alcohol, and we are going to drop a oil having the same density of this water and alcohol mixture. What will happen? See, the weight of this drop will be exactly balanced. ഇതിൻ്റെ weight എന്ന് പറഞ്ഞാൽ mg ആണ്. There will be a downward force acting, അല്ലേ? അതുപോലെ തന്നെ there will be an upthrust also. There will be an upthrust also. So this will be completely cancelled. See, this upthrust will be completely cancelled by the force of gravity that is acting downwards. So hence only force that is acting is only due to surface tension force. ഈ അപ്ത്രസ്റ്റ് എന്ത് ചെയ്യും? ഈ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അങ്ങ് ക്യാൻസൽ ചെയ്യും. അപ്പോൾ സർഫസ് ടെൻഷൻ മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഡ്രോപ്പ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ ഈസ് മിനിമം. എപ്പോഴാണ്? സർഫസ് ഏരിയ ഈസ് ലീസ്റ്റ് പോസിബിൾ. അപ്പോൾ ആ മിനിമം പോസിബിൾ ആയിട്ടുള്ള സർഫസ് ഏരിയ ആർക്കാണുള്ളത്? നമ്മളുടെ സ്പിയറിനാണ്, അല്ലേ? സോ for a given volume we know the sphere is having least surface area, so the drop will acquire a perfect sphere. Okay, അതുപോലെ തന്നെയാണ് നമ്മളൊരു കർപ്പൂരം, camphor, if we are putting it in water, it will be, we can see that it will be moving in different directions. That is, when what happens, no, some of the particle of camphor that will get dissolved in water, and it actually surface tension will be getting lowered, and hence it will be moving in different, for getting the equilibrium point, it will be moving in different directions. Okay, so we can say this much about the drops and molecular explanations about the surface tension. Thank you.